ഹലോ! ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചോറിൻ്റെ കൂടെ രാത്രി കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെമ്മീൻ കറിയും ചെമ്മീൻ വടയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെമ്മീൻ വടയുടെ റെസിപ്പിയാട്ടോ കാണിക്കണത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ അവിടെ മാറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ നമ്മൾ നന്നായിട്ട് കഴുകി അത് വൃത്തിയാക്കി നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വൃത്തിയാക്കി വെക്കുക കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഉരലെടുക്കുക. ഇതിന് ഉരലെന്ന് തന്നെയല്ലേ പറയുന്നത്, ഇനി വേറെ വല്ല പേരുണ്ടോയെന്ന് അറിയില്ല. ഈ ഉരലെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ചതയ്ക്കണ സാധനം കേട്ടോ. അതിൽ നമ്മൾ ഈ ചെമ്മീൻ നന്നായിട്ട് ഇട്ടിട്ട് ചതയ്ക്കുമ്പോൾ ഭയങ്കര പേസ്റ്റ് പോലെ ആക്കരുത്, ചെറുതായിട്ട് ചതയ്ക്കുക കേട്ടോ. ഇങ്ങനെ പേസ്റ്റ് ആക്കരുത്. അതിന് ശേഷം പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി എടുത്തിട്ട് അതും നമ്മൾ ഇതേപോലെ തന്നെ ഉരലിട്ടിട്ട് ഇങ്ങനെ ഇടിക്കുക. എന്നിട്ട് നമ്മുടെ ചെമ്മീനിലേക്ക് ഇടുക. പിന്നെ നമ്മുടെ ഉള്ളിയും നമ്മൾ തൊലി കളഞ്ഞിട്ട് അതും നമ്മൾ ഇതിനകത്ത് ഇട്ടിട്ട് ചതയ്ക്കുക. ഓക്കെ, വെളുത്തുള്ളി ഒരു 2 എണ്ണം എടുത്താൽ മതിയാവും. നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ്. വെളുത്തുള്ളി കുറച്ച് എടുത്താൽ മതി. നമ്മൾ ഈ ചെറിയ ഉള്ളി നമ്മൾ കുറച്ച് അധികം എടുക്കുക. വെളുത്തുള്ളിന് കുറച്ചധികം ചെറിയ ഉള്ളി എടുക്കുക. പിന്നെ പച്ചമുളക് എടുക്കുക. പച്ചമുളകും ഇതേപോലെ തന്നെ ചതയ്ക്കുക കേട്ടോ. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ചിലർക്ക് എരിവ് നല്ല ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കൊക്കെ എരിവ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമ്മുടെ അതിനനുസരിച്ചിട്ട് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുക കേട്ടോ. അതും എന്നിട്ട് ചതച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടുക. പിന്നെ നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എടുക്കണം നമ്മുടെ പെരുംജീരകമില്ലേ, പെരുംജീരകത്തിൻ്റെ പൊടി, അത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ പെരുംജീരകം എടുത്ത് പൊടിച്ചിട്ട് അതിലേക്ക് ഇടുക കേട്ടോ. പിന്നെ നമ്മുടെ മുളക് പൊടിയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുക. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഡ് ചെയ്യുക. മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ, അധികമൊന്നും വേണ്ട. പിന്നെ ഉപ്പ് നമുക്ക് അതുപോലെ തന്നെ ഉപ്പ് നമ്മൾ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണ ഇല്ലേ, നമ്മുടെ സാധാ പച്ച വെളിച്ചെണ്ണ, അതും അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. ഓക്കെ, ഇത് ഫുള്ളെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ കുഴയ്ക്കുക. ആ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കുക. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉപ്പില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നോക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വടയൊക്കെ ഇതാക്കില്ലേ, നമ്മുടെ പരിപ്പ് വടയൊക്കെ, അതുപോലെ എന്താ പറയുക, വടകൾ നമ്മളിങ്ങനെ പരത്തില്ലേ, അതേപോലെ ഇങ്ങനെ കൈ വെച്ചൊന്ന് പരത്തിയിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ അല്ലെങ്കിലും കുഴപ്പമില്ല. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ വെച്ചാലും മതി. എന്നിട്ട് അത് നന്നായിട്ട് സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഫ്രൈ പാനിൽ എടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആട്ടോ. ചെമ്മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ പറയേ വേണ്ട, സൂപ്പറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.